ഹലോ. അപ്പം ഞാനിന്ന് ചെയ്യുന്നൊരു 1 kg കേക്കിൽ ഏത് നമുക്ക് പൈനാപ്പിളിലോ വനിലയിലോ ഏത് കേക്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ്. വളരെ സിമ്പിളാണ്, അധികം ക്രീം വർക്കൊന്നും ഇല്ലാത്ത ഒരു ഡിസൈനാണ്. എന്നിട്ട് നമ്മൾ ടോപ്പിൽ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ് ഒഴിക്കുന്നത്. ജസ്റ്റ് മുകളിൽ മാത്രം ഒന്ന് സ്പ്രെഡ് ചെയ്ത് അവിടെ ഇവിടേക്ക് ഒന്ന് ചെറിയ ഡ്രോപ്പ് ചെയ്യുന്ന രീതിക്കാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന ഡാർക്ക് ചോക്ലേറ്റ് ഒരു പൈപ്പിംഗ് ബാഗിലെടുത്തിട്ട് ഒരു റൗണ്ടിൽ നമ്മളിതുപോലെ ഒന്ന് ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മൾ കൊടുക്കുകയാണ്. 2 ലൈൻസ് ആയിട്ടാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് ഒരു ടൂത്ത് പിക്ക് വെച്ച് ഇങ്ങനെ ഉള്ളിലോട്ടൊന്ന് വലിച്ചു കൊടുക്കുകയാണ്. അപ്പം നല്ലൊരു ഡിസൈനാണ്, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഡിസൈനാണ്. അപ്പോൾ എൻ്റെ ചാനലിൽ കാണുന്നവരെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. കുഞ്ഞു കേക്കിൻ്റെ വർക്കുകളും വളരെ സിമ്പിളായിട്ടുള്ളതൊക്കെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അധികം ഹാർഡായിട്ടുള്ള വർക്കുകളൊക്കെ വളരെ കുറവാണ് ഇടുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഒരു സൈഡിലാണ് നമ്മൾ കുറച്ച് ചോക്ലേറ്റിൻ്റെ ഡിസൈനിങ് വെച്ച് കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ, ഹാർട്ട് ഷേപ്പോ ഏത് ഡിസൈൻ വേണേലും നമുക്ക് കസ്റ്റമറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം. ഞാൻ വൈറ്റ് ഗനാഷ് ഒഴിച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് ഡാർക്ക് ചോക്ലേറ്റാണ് കൊടുക്കുന്നത്, അതായിരിക്കും ഒരു എടുപ്പ് തോന്നുന്നത്. പിന്നെ 2-3 ചോക്ലേറ്റിൻ്റെ ബോൾസും വെച്ച് കൊടുക്കുന്നുണ്ട്. അധികം നമുക്ക് പെട്ടെന്ന് തന്നെ വരുന്ന ഓർഡറുകളൊക്കെ നമുക്കിതുപോലെ ചെറിയ എന്താ പറയുക ഡിസൈനുകൾ ചെയ്താൽ നല്ല ഭംഗിയായിട്ട് തന്നെ കാണാൻ പറ്റിയൊരു ഡിസൈനാണിത്. വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിൽ നമുക്ക് കളറുകൾ മിക്സ് ചെയ്തിട്ടും ഇത് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി ഒരു കേക്കിനൊരു അട്രാക്റ്റീവ് ലുക്ക് ഉണ്ടാകും. ഇതിപ്പോൾ കസ്റ്റമർക്ക് സിമ്പിളായിട്ട് വേണം, കളറുകളൊന്നും കേക്കിൽ ആഡ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമ്മൾ തുള്ളി പോലും കളർ ഉപയോഗിക്കാണ്ട് ഒരു വാനില കേക്ക് ഇങ്ങനെ ചെയ്തത്. പിന്നെ ഞാൻ കൂടുതലും കേക്കിൻ്റെ ഫോട്ടോസായിരിക്കും ഇടുന്നത്. അപ്പോൾ ഫോട്ടോസാകുമ്പോൾ നമുക്ക് കേക്കൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിലും ഇപ്പോഴും ഡിസൈനിനാണ് ബുദ്ധിമുട്ട്, കൂടുതലും വെറൈറ്റി ഡിസൈനുകൾ കിട്ടാനാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ അതെങ്ങനെ ചെയ്തു എന്ന് നമ്മൾ കാണിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മുമ്പുള്ള വീഡിയോസിലൊക്കെ ഞാൻ ചെയ്ത കുറച്ച് ഫോട്ടോസൊക്കെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫോട്ടോസ് മാത്രം താല്പര്യമുള്ളവർക്ക് കൂടുതൽ ഉപകാരപ്രദമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പം എനിക്കറിയാം, കേക്ക് ചെയ്യാൻ അറിയാവുന്നവർക്ക് ഏത് ഡിസൈൻ്റെ ഒരു ഫോട്ടോ കണ്ടാൽ മതി, അതെങ്ങനെ ചെയ്തു എന്നുള്ള വേണം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം മറക്കാതെ.